മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമായേക്കാവുന്ന 2-3 സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിന്റെ ചാർജ് ഇറങ്ങിപ്പോകും. അതുമാത്രമല്ല, നിങ്ങൾ ചോദിച്ച ചില സംശയത്തിന്റെ ഉത്തരവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോക്ക് സ്ക്രീനിൽ മാറി മാറി വരുന്ന വാൾപേപ്പറുകൾ, കളേഴ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ വാൾപേപ്പറുകൾ, കളേഴ്സുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അതിന്റെ ഉത്തരവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന്. അതിൻ്റെ ഉത്തരം വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മൊബൈലിൽ ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ലോക്ക് സ്ക്രീനിൽ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സാധാരണ സെറ്റ് ചെയ്ത് വെക്കുന്ന ലൈവ് വാൾപേപ്പറാണ്. ലോക്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള വാൾപേപ്പേഴ്സുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ബാറ്ററിയെ സാരമായിട്ട് ഇത് ബാധിക്കും. നമുക്കതൊന്ന് ഒഴിവാക്കാം. അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും. ഞാനിപ്പോൾ സെറ്റ് ചെയ്ത ആ വാൾപേപ്പർ ഇവിടെ കാണാൻ സാധിക്കും. ചേഞ്ച് വാൾപേപ്പേഴ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരുപാട് വാൾപേപ്പർ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ, അതുപോലെ തന്നെ ഇവിടെ കളേഴ്സ്, അതുപോലെ തന്നെ ക്യാമറ, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ തന്നെ നമുക്ക് വാൾപേപ്പറായിട്ട് വെക്കാം ഇവിടെ. ഓക്കെ, നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടത്, ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കളേഴ്സ് എന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ നമ്മളൊന്ന് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളർ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യാണ്. ലോക്ക് തുറക്കുമ്പോൾ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു വീഡിയോ പോയിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു വാൾപേപ്പറാണ് ഉള്ളത്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി പെട്ടെന്ന് തീരുന്നത്, അതായത് വാൾപേപ്പർ സംബന്ധമായിട്ട് ബാറ്ററി തീരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്പോൾ മറ്റൊന്ന് കണ്ടോ നിങ്ങൾ ഇവിടെ, ഇത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചാണ് കേട്ടോ. ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ മാറി മാറി വരുന്ന വാൾപേപ്പർ, കളേഴ്സുകൾ, ആനിമേഷനോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ചില മൊബൈലുകളിലൊക്കെ ഇങ്ങനെ വരിക. ഇതും മൊബൈലിൽ സാരമായിട്ട് ബാറ്ററിയെ ബാധിക്കും. ഓക്കെ, ഇതും നമുക്ക് ഒന്ന് ഒഴിവാക്കാം. ഇതെങ്ങനെയാണ് ഒഴിവാക്കുക? ഇതിനായിട്ട് നമുക്ക് നേരെ മൊബൈലിലെ സെറ്റിങ്സ് തന്നെ ഒന്ന് പോകാം. ഇപ്പോൾ ഒരുപാട് ഫോട്ടോസുകൾ ഇതിങ്ങനെ ലോക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്തും ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ചില മൊബൈലിലൊക്കെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോട്ടോസുകൾ ഇങ്ങനെ മാറി മാറി വരും. വാൾപേപ്പറുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അത് നമുക്കിങ്ങനെ ഒഴിവാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് തുറക്കുകയാണ്. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. ഓക്കെ, അവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ സേവർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിലാണ് ആ ഒരു സംഭവം കിടക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഫോട്ടോ ടാബിൾ എന്ന ഭാഗത്താണ് ഉള്ളത്. നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ ഫോട്ടോ ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ കളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ നണ്ണ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബാക്ക് വന്നിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ലോക്ക് തുറക്കുമ്പോഴൊന്നും ആ ഒരു ഫോട്ടോ മാറി മാറി വരുന്ന സംഭവം കാണാനേ ഇല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടാമത്തെ സെറ്റിങ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബാർ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അധിക മൊബൈലിലും അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഭാഗം ഓണിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതിനെക്കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെളിച്ചം കൂടുതലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഫുള്ളാകും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ഫുള്ളാകും. അങ്ങനെ ഫുള്ളാകുമ്പോൾ നിങ്ങൾ അറിയ പോലും ഇല്ല. പക്ഷെ അങ്ങനെ ഫുള്ളാകുമ്പോൾ ബാറ്ററിയെ അത് സാരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ ഡൺ കൊടുക്കുക. അപ്പോൾ മൊബൈലിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള 3 സെറ്റിങ്സുകൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ രൂപത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് മൊബൈൽ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പല ആളുകളും ചോദിക്കും. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാരണം നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളാണെങ്കിൽ, ഒരു പണിയുമില്ല, വെറുതെ നിങ്ങൾ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും മൊബൈൽ ചാർജ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാമല്ലോ. അതല്ലാതെ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്, രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ആളാണ്, അവർക്കൊന്നും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബാറ്ററി നിയന്ത്രിക്കാനേ സാധിക്കില്ല.
നിൽക്കില്ല, പെട്ടെന്ന് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.